ഇപ്പം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നാടകത്തിൽ തുടങ്ങുന്നു, സീരിയലിലേക്ക് വരുന്നു, സിനിമയിൽ വീണ്ടും സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ സീരിയലിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നു, വീണ്ടും സിനിമ ചെയ്യുന്നു. പക്ഷേ അതൊരു എല്ലാവരെയും സംബന്ധിച്ചത് എടുപ്പാണ്. ഞാൻ പലരും ഇൻ്റർവ്യൂ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സീരിയലിൽ എന്നൊരു പേര് വന്നുപോയാൽ സിനിമയിൽ പിന്നെ അവസരങ്ങളേ ഇല്ല. പക്ഷേ സീമാജി നായർ എന്നൊരു നടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നമുക്ക് പറയാനേ പറ്റില്ല. കാരണം സീരിയലിലും മികച്ച കഥാപാത്രങ്ങൾ, ഒപ്പം തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ചേച്ചി തിരിച്ച് സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ആ ചേച്ചി ഇല്ല അങ്ങനെ കേട്ടിട്ടില്ല? കാരണം എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്. സീരിയലിൽ അഭിനയിച്ചാൽ സിനിമാക്കാരും എപ്പോഴും സ്ക്രീനിൽ കാണുന്ന മുഖം മടുത്തുപോയി എന്ന് പറയും. പക്ഷെ അങ്ങനെ സിനിമാക്കാർ പറയുമ്പോഴും അവരൊന്ന് ചിന്തിക്കേണ്ടത്, ഇവരാരും നായികമാരൊന്നും അല്ല. അതായത് ഈ സ്ക്രീനിൽ കണ്ട് മടുത്തവരാരും നായികമാരല്ല. ഒന്നേ സഹോദരി വേഷം, അല്ലേ അമ്മ വേഷം, അല്ലേ അമ്മൂമ്മ വേഷം ചെയ്യാനുള്ള ആൾക്കാർ. എല്ലാവരും ഈ സൂപ്പർ സ്റ്റാർസിൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ തിരക്കുള്ള ഒരു നടന്മാരുടെയും നായികമാരായിട്ട് സീരിയൽ രംഗത്ത് നിന്നും ആരെയും പെട്ടെന്ന് കണ്ടെത്തുകയില്ല, അല്ലെ അവർ അതിൻ്റെ അങ്ങനെ ഒരു ജോലി കൊടുക്കത്തുമില്ല. അപ്പോൾ എല്ലാ സിനിമാക്കാരും പറയുന്നതാണ് മുഖം കണ്ട് കണ്ട് മടുക്കുന്നു എന്ന്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക്, അതായത് എൻ്റെ തൊഴിൽ വ്യക്തമായിട്ടും അഭിനയം തന്നെയാണ്. അതിനി ഷോർട്ട് ഫിലിമിന് വിളിച്ചാലും, ഇപ്പം ഞാനൊരു ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നുണ്ട്, ലഹരിക്കെതിരായിട്ട് ഒരു ഷോർട്ട് ഫിലിം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ തുച്ഛമായ പൈസ എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പം അവരെന്നോട് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമും ഞാൻ പോയി ചെയ്യുന്നുണ്ട്, എന്നാൽ ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കതിൽ നിന്ന് 50,000 രൂപയോ 1,00,000 രൂപയോ അല്ലെ വേണ്ട 25,000 രൂപ പോലും എനിക്ക് തരത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഭാഗ്യത്തിന് എന്നെ മാറ്റിയിട്ടില്ല. നാളെ മാറ്റുമോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ തമിഴ് സീരിയൽ വന്നാലും ഷോർട്ട് ഫിലിം വന്നാലും മലയാളം സീരിയൽ വന്നാലും സിനിമ എന്നെ വിളിച്ചാൽ ഞാൻ പോകും. അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ടാകാം, അത് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഒരുപാട് ചാൻസസ് എൻ്റെ പോയിട്ടുണ്ടാകാം. പ്രത്യക്ഷത്തിൽ എനിക്ക് അങ്ങനെ അറിവില്ല. അപ്പം ഈ ചേച്ചി ഇതിനെ നാടകം എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റേജുകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും സ്റ്റേജ് അല്ലേ? അപ്പൊ അതിൽ നിന്ന് സീരിയലിലേക്ക് വരുന്നു, സീരിയൽ സിനിമ, ഇതിനകത്ത് ചേച്ചി എങ്ങനെയാണ് ഈ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ കൂടുതൽ ഏത് അങ്ങനെ ചേച്ചി ചിന്തിക്കാറുണ്ട്? അല്ല, നാടകത്തില് ഈ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിലേക്ക് നമ്മളുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് അതിഭാവുകത്വം നിറഞ്ഞ കുറച്ചുകൂടി ഓവർ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ അതിൽ അഭിനയിക്കാൻ. സീരിയലിലും സിനിമയിലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സീരിയൽ വേണമെങ്കിലും ഇച്ചിരി കൂടിയൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ ഭയങ്കര ഒരു വില്ലത്തി ക്യാരക്ടർ വരുമ്പം ഭയങ്കര സംഭവം, ഭയങ്കര മേക്കപ്പും ഒക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. സിനിമയിൽ ഇത് 1000 ഒരു 100 അപ്പുറത്തെ കൈലൊക്കത്തൂടെ പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷനിലെ നമുക്കിപ്പം നമ്മൾ ഐബോൾ കൊണ്ട് നമുക്ക് ഒരാളെ നോക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇപ്പം നാടകത്തിലാണെങ്കിൽ ഇങ്ങനെ നമ്മൾ നോക്കുകയുള്ളൂ. ആ ഒരു ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം നാടകം എന്ന് പറയുന്നത് സത്യമായ ഒരു കലയാണ്. നാടകത്തിൽ നമുക്ക് കട്ടിങ് ഇല്ല, നമുക്ക് ബ്രേക്ക് ഇല്ല, നമുക്കൊന്നുമില്ല. നമ്മൾ അരങ്ങത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ റോള് തീരുന്നത് വരെ നമ്മൾ 100ക്ക് 100 നമ്മൾ നിൽക്കണം. മറ്റ് സിനിമയും സീരിയലും ആണെങ്കിൽ വയ്യാഴിക വന്നാൽ മാറിയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സുഖമില്ലാതെ വന്നാൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഇതുണ്ട് സിനിമയും സീരിയലും തമ്മിൽ. അപ്പോൾ നാടകത്തിൻ്റെ അതേ അഭിനയം ഒരിക്കലും നമുക്ക് സീരിയലിലും സിനിമയിലും കൊണ്ടുവന്നാൽ നമ്മൾ പരാജയപ്പെടത്തേ ഉള്ളൂ. അപ്പം നാടക അഭിനയവും സിനിമ അഭിനയവും എന്തെന്ന് മനസ്സിലാക്കിയിട്ട് എവിടെ കുറയ്ക്കണം എവിടെ കൂട്ടണം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പെർഫോം ചെയ്യാൻ. അപ്പം നമുക്ക് ഒരു പരിധി വരെ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.